ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫാർമസിയിലുള്ള 2-3 ഐറ്റംസ് ആണ് കേട്ടോ. അത് ഒന്ന് നമ്മുടെ സൺസ്ക്രീൻ ഉണ്ട്, അത് 2 വെറൈറ്റി ഉണ്ട്. പിന്നെ 2 ഫേസ് വാഷ് ഉണ്ട്, പിന്നെ 3 ഫേസ് വാഷ് ഉണ്ട്, ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അതായത് എനിക്ക് ഈവൻ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള 2-3 ഐറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസ് സിറം തൈറോയിഡിൻ്റെ ഫേസ് സിറമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞാൻ രാത്രി മാത്രമാണ് യൂസ് ചെയ്തത്. എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത സിറമാണ് കേട്ടോ ഇത് നമുക്ക് ഫ്യൂ ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 നേരം അപ്ലൈ ചെയ്യാമെന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളതെങ്കിലും ഡോക്ടറിനോട് രാത്രി മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അത് അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പൊട്ടിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരാത്തത്. ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. സ്പോട്ട്ലെസ് ആണ്, ഗ്ലോയിങ് ഫേസ് ആണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുക. പിന്നെ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഏത് സാധനവും നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് സിറാണ് കേട്ടോ തൈറോയിഡിൻ. ഇത് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറാണ്, ഡോക്സ് 24 ആണ്. ഇത് എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാനിത് രാവിലെയും രാത്രി യൂസ് ചെയ്യാറുണ്ട്. ഇത് അല്പം റേറ്റ് കൂടുതലാണ്. നമ്മുടെ ഫാർമസിയിൽ റേറ്റ് ഇത്രയും വരത്തില്ലെങ്കിലും ഇതിൻ്റെ റേറ്റ് ഇപ്പം കൊടുത്തിരിക്കുന്നത് 199 രൂപയാണ് MRP വരുന്നത്. പക്ഷേ നമ്മുടെ ഫാർമസിയിലെ പ്രൈസ് അത്രയും ഉണ്ടാവില്ല കേട്ടോ. തൈറോയിഡിൻ്റെ റേറ്റ് 890 ആണ്. നമുക്ക് ഫാർമസിയിൽ ഇത്രയും ആവില്ല നമ്മുടെ റേറ്റ്. ഇതിലും കുറവായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് 2 നമ്മുടെ സൺസ്ക്രീനുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ ഇതാണ്, ലാഷ് ഷീൽഡ് മാക്സ് ആണ്. ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. SPF 80+ ആണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരു 4 hourly നമ്മൾ എന്തായാലും ഏത് സൺസ്ക്രീൻ ഉപയോഗിച്ചാലും 4 hourly നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാവുള്ളൂ. ഞാൻ ഈവൻ ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. അൾട്രാലൈറ്റാണ്. അത് ശരിക്കും ലൈറ്റാണ് കേട്ടോ. ഇത് പെട്ടെന്ന് അബ്സോർബ് ആകുന്നുണ്ട്. അതെല്ലാം പക്കയാണ് കേട്ടോ ഇതിൻ്റെ കാര്യത്തിൽ. പക്ഷേ നമ്മൾ വിയർക്കും, അത് സ്വാഭാവികമാണ്. വിയർക്കുമ്പോൾ നമുക്ക് വൈറ്റ് കാസ്റ്റ് പോലെ ഉണ്ടാവുന്നുണ്ട്. അത് ഒഴിച്ചാലും ഇത് പോകുന്നില്ല. നമുക്ക് പ്രൊട്ടക്ഷൻ അപ്പോഴും ഉണ്ട്. ഓക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫോട്ടോസ്റ്റേബിൾ ആക്നെയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 55+ ആണ്. ബെറ്ററാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി ഇതാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞത് അത് വേണ്ട, ഇത് ഉപയോഗിച്ചുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് വരുന്നത് ഒത്തിരി പേര്. അവർക്കിത് ലാഷ് ഷീൽഡ് ഉപയോഗിച്ചവരല്ല അവർ. പക്ഷേ അവർക്ക് ഒരുപക്ഷെ ഇത് ഇഷ്ടപ്പെടില്ല. കാര്യം ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുന്നത് കൊണ്ട് ഒരുപക്ഷെ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഫിനിഷിംഗ് ആണ്. നമ്മൾ മാറ്റ് ഫിനിഷ് എന്ന് പറയുന്ന ഇതിൽ എഴുതിയിരിക്കുന്ന അതേ സംഭവം തന്നെയാണ് കേട്ടോ. ജെൽ ടൈപ്പ് തന്നെയാണ്. 2ഉം ജെൽ ടൈപ്പ് തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി എനിക്ക് ഹൈഡ്രേഷൻ ഫീൽ ചെയ്തത് ഇതിനാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവർ, ഫോട്ടോസ്റ്റേബിൾ ആക്നെ ഉപയോഗിക്കുന്നവർ നല്ല ഹൈഡ്രേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങൾ കൂടി വന്ന സമയത്താണ് ഞാൻ ഡോക്ടറെ പോയി കണ്ടതും എനിക്ക് ഡോക്ടർ ലാഷ് ഷീൽഡ് മാക്സ് ഉപയോഗിക്കാതെ 80+ ആയതുകൊണ്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് തന്നതും. അപ്പം ഞാൻ 2ഉം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക കേട്ടോ. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ് ഇവ 2ഉം. പിന്നെ നമ്മുടെ ഫേസ് വാഷുകളാണ് ആക്മെഡും എത്തിഗ്ലോയും സിഡ്കോയും. ഓക്കെ. എല്ലാം ഡീപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ശരിക്കും നമുക്ക് ഓയിലി ആയിട്ടുള്ള, പിമ്പിൾ ആയിട്ടുള്ള, ആക്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്കിന്നുകളുണ്ടല്ലോ, അതായത് ഒത്തിരി നമുക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരിക, അതിനൊക്കെ കുറച്ച് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരെണ്ണമാണ് ആക്മെഡിൻ്റെ ഫേസ് വാഷ്. എത്തിഗ്ലോ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ആക്നെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ വൈറ്റനിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ എത്തിഗ്ലോവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരല്പം ഉപയോഗിച്ചാൽ മതി കേട്ടോ. നല്ല ഫോമാണ് എത്തിഗ്ലോയ്ക്ക്. അതുപോലെ നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഫേസിൽ ഒരു 2 minutes എങ്കിലും നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം കഴുകി കളയാനായിട്ട്. അത് ഏത് ഫേസ് വാഷ് ഉപയോഗിച്ചാലും അപ്പോൾ തന്നെ കഴുകി കളയരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1 to 2 minute എങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ആക്മെഡും എത്തിഗ്ലോയും ബെറ്ററാണ്. 2ഉം ബെറ്ററാണ്.
നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്മെൻ്റ് ആയിരിക്കും. അല്ല നോർമൽ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിന്നിന് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ എത്തിഗ്ലോയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്ക് അത്ര പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് എത്തിഗ്ലോയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സിഡ്കോ ഒരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് കൂടെ തരുന്ന ഒരു ഫോർമുലയാണ് കേട്ടോ സിഡ്കോ. നല്ല ഫേസ് വാഷാണ്. ഇതിപ്പം ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഉപയോഗിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക്. അവർ വന്ന് പറഞ്ഞതാണ് സിഡ്കോ ഇപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ അവർക്കും ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയാണ് സിഡ്കോ. ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ആക്നെ തന്നെയാണ് എഫക്റ്റ് കിട്ടുന്നത്. അപ്പം ഇത്രയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച പ്രോഡക്ട്സുകൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും നല്ല ഫേസ് വാഷ് ആയാലും സൺസ്ക്രീൻ ആയാലും പിന്നെ സെറവായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും ഐറ്റംസിനാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്ത് സാധനം ഫേസിൽ അപ്ലൈ ചെയ്തതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഡോക്ടർ റെക്കമെൻഡേഷൻ കൂടാതെ ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം എത്തിഗ്ലോ നല്ലതാണോ അല്ലെങ്കിൽ ലാഷിൽഡ് നല്ലതാണോ എന്ന്. നിങ്ങൾക്ക് അങ്ങോട്ട് സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചേക്കുന്നത്. എല്ലാം ഒരു നല്ലൊരു ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഉപയോഗിക്കുക. നമുക്കിപ്പോൾ ഒരുപാട് പ്രൊമോഷൻസൊക്കെ കാണും. അതൊക്കെ കണ്ടിട്ട് അതിലേക്ക് അങ്ങ് ചാടി വീഴാൻ ശ്രമിക്കാതിരിക്കുക. മാക്സിമം നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ട് കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണോ യോജിക്കുന്നത് ആ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോഡക്ട്സുകളും ഉപയോഗിക്കാൻ ശ്രമിക്കുക മാക്സിമം. അതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ താങ്ക് യു.